നമുക്ക് മാംഗോ സഗോ ഉണ്ടാക്കാം. മാംഗോ സഗോ എന്ന് പറയുമ്പോൾ ആദ്യം മാംഗോ വേണം. അപ്പോൾ ഞാൻ മാംഗോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ അത് വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കോക്കനട്ട് മിൽക്ക് വേണം. നമ്മുടെ തേങ്ങാപ്പാലി അതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ ഇതിനെന്താ പറയുക പായസത്തിൽ ചേർക്കുന്ന ചവരി നന്നായിട്ട് വേവിച്ചിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇതിൽ കുറച്ച് സേമിയ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ കിട്ടുന്ന ചെറിയ നൂല് പോലെ ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ വെന്തെന്ന് അവിയ പരുവമായി. പക്ഷേ നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈ പ്രത്യേകിച്ച് വേവിച്ചെടുക്കുന്ന സമയമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ മാംഗോ നന്നായിട്ട് പീൽ ചെയ്ത് കട്ട് ചെയ്ത് വരാം. ഓക്കെ, ഞാനപ്പോഴത് ആ മാങ്ങയൊക്കെ ഇങ്ങനെ പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീൽ ചെയ്ത് കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ മാങ്ങാണ്ടിയില്ലേ അത് ഞാനിങ്ങനെ എടുത്ത് വെച്ച് കഴിക്കും. നല്ല മധുരമായിരുന്നു കേട്ടോ മാങ്ങയ്ക്ക്. പിന്നെ ഞാനത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നല്ലതായിട്ട് അരയ്ക്കണം കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു, മൊത്തം ഒഴിച്ചിട്ടില്ല, നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കില്ലേ അത് അതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്തു കേട്ടോ. സാധാരണ എല്ലാവരും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സിയിലിട്ട് അടിക്കുകയും ചെയ്തത്. ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ അല്ലാണ്ട് മിക്സ് ചെയ്യുക കേട്ടോ ചെയ്തത്. പാത്രം ചെറുതായിപ്പോയി, കുറച്ച് മാറ്റി വെക്കേണ്ടി വന്നു. പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് അടച്ച് മാറ്റി വെച്ചു. കുറച്ച് സമയം തണുക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മാങ്ങ ഞാൻ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചു. അത് നമുക്ക് ലാസ്റ്റ് അതിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ആൽമണ്ട് അതാണ് ഞാൻ എക്സ്ട്രാ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഐസും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം അത് തണുത്ത് കഴിഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വേവിച്ച് വെച്ച ഇതില്ലേ നമ്മുടെ ചവ്വരിയും പിന്നെ അതിലേക്ക് തന്നെ ഐസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മാങ്ങയില്ലേ നേരത്തെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ച അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നത് ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ. അതിങ്ങനെ അതിലേക്ക് ആ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച മാങ്ങയും ഞാൻ മിക്സ് ചെയ്തു. ഇതിൽ ഞാൻ കുറച്ചിടുന്നേ കാണിക്കുന്നുള്ളൂ, പക്ഷേ ഞാൻ അതിൻ്റെ മുക്കാൽ ഭാഗം ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ തന്നെ കാഷ്യൂനട്ടും ആൽമണ്ടും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് കുടിച്ച് നോക്കി കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വെച്ചാൽ എനിക്ക് മാത്രം ആ ചവ്വരിയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല. അത് കുറച്ചിട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇവിടെ ഏട്ടനും ബാക്കി കുട്ടികൾക്കായാലും അതുപോലെ തന്നെ നിശ്ചയിച്ചിക്കായിരുന്നാലും അത് ഓക്കെ ആയിരുന്നു കേട്ടോ. നിശ്ചയിച്ച് പറഞ്ഞു വെച്ചാൽ പിന്നെ നമ്മുടെ ആ ചവ്വരിയുടെ അങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ചവ്വരി മാങ്ങയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും സംഭവം പൊളിയായിരുന്നു കേട്ടോ.